എവരിവൺ, ഇന്ന് നമ്മൾ ഷുഗർ രോഗികളിൽ എങ്ങനെ കാലുകൾ അല്ലെങ്കിൽ പാദങ്ങൾ മുറിച്ചു കളയുന്നത് ഒഴിവാക്കാം എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഷുഗർ ഉള്ള രോഗികളിൽ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ട്, അതായത് ഞരമ്പിൻ്റെ ഉണർവ് കുറവായിരിക്കും. അവർക്ക് അറിയാൻ പറ്റില്ല, എത്ര നമുക്കൊരു സ്പർശന ശക്തി ഇല്ലാത്തതുകൊണ്ട് ചെറിയ മുറിവുകളൊന്നും ഉണ്ടായാൽ അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? കാലിൻ്റെ അടിയിൽ, പ്രത്യേകിച്ച് തന്തവരലിൻ്റെ താഴെയൊക്കെ ചെറിയ മുറിവുണ്ടാവും. ചെറിയ മുറിവുണ്ടായി കഴിയുമ്പോൾ പേഷ്യൻറ്റിന് അത് അറിയാൻ പറ്റില്ല, കാരണം അങ്ങോട്ടുള്ള സെൻസേഷൻ കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട്. അപ്പോൾ അറിയാതിരിക്കുമ്പോൾ എന്ത് പറ്റും? ആ മുറിവ് വലുതാവും. ആ മുറിവ് വലുതായി സോഫ്റ്റ് ടിഷ്യൂവിന് ഇൻഫെക്ഷൻ ആയിട്ട് പിന്നീട് അത് എല്ലിനെ ബാധിക്കും. എല്ലിനെ ബാധിച്ച് ഓസ്റ്റിയോമൈലൈറ്റിസ് ആയി അങ്ങനെയാണ് വിരലുകൾ മുറിച്ച് കളയപ്പെടുന്നത്. അപ്പോൾ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്, ഇപ്പം നമ്മുടെ തന്തവിരലിൻ്റെ താഴെ ചെറിയൊരു അൾസർ പിന്നെയും പിന്നെയും വരികയാണെങ്കിൽ അത് ചെറിയൊരു സർജറിയിലൂടെ നമുക്ക് ആ പിന്നെയും പിന്നെയും വരുന്ന പ്രോസസ്സേ തടയാൻ പറ്റും. അതാണ് പ്രോക്സിമൽ ഫാലങ്സ് ഓസ്റ്റിയോട്ടമി എന്ന് പറയും. ആ പ്രോക്സിമൽ ഫാലങ്സ് ഓസ്റ്റിയോട്ടമി ചെയ്യുകയാണെങ്കിൽ പിന്നെ അൾസർ വരുന്നത് തടയുകയും അതുപോലെ തന്നെ അത് എല്ലിനെ ബാധിക്കുന്നത് തടയാൻ സാധിക്കും. അപ്പോൾ ഈ സർജറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തടയുന്നതിലൂടെ പിന്നീട് ഉണ്ടാകാവുന്ന ഓസ്റ്റിയോമൈലൈറ്റിസ്, എല്ലിനെ ബാധിക്കാവുന്ന ഇൻഫെക്ഷൻ തടയാൻ പറ്റും. അതുപോലെ തന്നെ പാദമൊക്കെ മുറിച്ച് കളയുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഇപ്പം നമ്മുടെ തന്തവരലിൻ്റെ താഴെ, അതായത് ബിഗ് ടോയുടെ താഴെ അൾസർ വരുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും.